ഹായ് സുഹൃത്തുക്കളെ, തനി മലയാളി ഫ്ലേവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ചെറുനാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായി ഞാൻ നാരങ്ങ മുറിക്കുന്നില്ല. 10 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് 10 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ആവിയിലൊന്ന് ഈ നാരങ്ങ ഇങ്ങനെ തന്നെ പുഴുങ്ങാൻ പോവുകയാണ്. അതിനുശേഷം ഇതിനകത്ത് ചേർക്കേണ്ട വിഭവങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇഡ്ഡലിക്കുട്ടകത്തിൽ വെള്ളം തിളച്ചതിനകത്തേക്ക് ഇഡ്ഡലിത്തട്ട് വെക്കുന്നു. അതിലേക്ക് ഞാൻ നാരങ്ങയെല്ലാം ഇട്ട് കൊടുക്കുന്നു. നാരങ്ങ നല്ലപോലെ ഒന്ന് ആവിയിൽ വെന്തതിന് ശേഷം അത് പുഴുങ്ങാൻ തുടങ്ങും. നാരങ്ങ പുഴുങ്ങിയെടുക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിത്തട്ട് അടച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ച് വെക്കാം. 10 നാരങ്ങയ്ക്കാണ് ഞാൻ അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്കായി ഞാൻ 4 ചെറിയ സ്പൂൺ മുളക് പൊടി, ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി സ്വല്പം കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്രയും ആണ് മഞ്ഞൾപ്പൊടി എടുക്കുന്നത്. 1/4 സ്പൂൺ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി കൂടുതലും ചേർക്കേണ്ട കാര്യമില്ല, കഴിക്കും. അതുകൊണ്ട് ഞാൻ സ്വല്പം എടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കായമാണ്. കായവും ഒരു 1/4 ടീസ്പൂൺ കായവും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നല്ലെണ്ണയാണ്, അതായത് എള്ളാട്ടിയ എണ്ണയാണ് നമുക്ക് ഇതിന് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതിനോട് ശകലം പോലും വെള്ളം തൊടാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിതൊന്ന് സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നമുക്ക് പാകത്തിന് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ നാരങ്ങ ആവിയിൽ പുഴുങ്ങിയെടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ കത്തി കൊണ്ട് കൂടുതൽ രണ്ടായിട്ട് വിളക്കുന്നില്ല, 2-3 ഭാഗം ഇങ്ങനെ അകത്ത് മസാല കയറത്തക്ക രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കുന്നു. അതിലേക്ക് കൈ കൊണ്ടിട്ട് ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് അകത്തി ഈ മസാലകൾ കഴിയുന്നതും അകത്ത് തന്നെ കയറത്തക്ക രീതിയിൽ കഴിയുന്നതും ഉള്ളിൽ ചെല്ലുക. മൂന്ന് പീസ് മതി, 3 പീസായിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ നാരങ്ങയ്ക്കകത്തെല്ലാം ഞാൻ നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് അകത്ത് പൊളന്നിട്ടില്ല, അതിനകത്തെല്ലാം മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്ലാസ് ഫർണിയാണ് ഞാൻ എടുക്കുന്നത്. ഗ്ലാസ്സിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് ആദ്യം സ്വല്പം നല്ലെണ്ണ, അതായത് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നാരങ്ങ ഒരു 5 നാരങ്ങ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന് കുറച്ച് സ്വല്പം മസാല ഇതിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിൻ്റെ മുകളിലേക്ക്. വീണ്ടും ബാക്കിയുള്ള നാരങ്ങ ഇതിലേക്ക് ഇടുന്നു. കഴിയുന്നതും ഗ്ലാസ് ബർണിയാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് ഗ്ലാസ് ബർണി ആകുമ്പോൾ മറ്റുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാകത്തില്ല. പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ട്. ഇത് ഹോർലിക്സിൻ്റെ കുപ്പിയാണ്. ഇതിലേക്ക് എല്ലാം നാരങ്ങ ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള മസാല അതിലേക്ക് ഞാൻ വടിച്ചിടുന്നു. നല്ലപോലെ ഒന്ന് കുലുക്കുക. മേലിൽ സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കൂടുതൽ വേണ്ട. ഇത് എത്ര ദിവസം ഇരിക്കും? ഇതിപ്പോൾ നമ്മൾ എത്രയും പഴകുന്നോ അത്രയും സ്വാദ് കൂടത്തേ ഉള്ളൂ. ഇത് നമുക്കൊരു 4 ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, കാരണം ഗ്ലാസ് ബർണി ആയതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഇട്ടിട്ട് ഞാൻ ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്വല്പം വിനാഗിരിയാണ്. വിനാഗിരി ചിലത് പെട്ടെന്ന് നാരങ്ങ ബാക്കി ഉണ്ടെങ്കിലും ഒന്ന്
വെന്തൊരു ചെറിയ പുളിപ്പോട് കൂടി വരാൻ വേണ്ടി കൂടുതലൊന്നും വേണ്ട. ഞാൻ തന്നെ ഇതിനൊരു അര തവിയാണ് എടുക്കുന്നത്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നല്ലപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക, വിനാഗിരി ഇതെല്ലാം കൂടെ. അതിനുശേഷം നല്ലപോലെ അടപ്പിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് 3 ദിവസം കഴിയുമ്പോൾ തുറന്ന് നാരങ്ങ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഊണിൻ്റെ കൂടോ കഞ്ഞിയുടെ കൂടോ എന്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.